ഇന്ന് രാവിലെ മുതൽ ബിഗ് ബോസ് ഹൗസിൽ എന്തോരം ബഹളമാണ് നടക്കുന്നത്. രാവിലെ വിജയ് ഷാരിക്കയുടെ ഹോട്ട് സീറ്റിൻ്റെ പേരിൽ മറ്റ് കലാഭവൻ സാരിക്കയ്ക്ക് വിഷമം കരച്ചിൽ. അത് ഭാഗ്യത്തിന് ഷാരിക്കയ്ക്ക് മനസ്സിലായി, റൂഡായിരുന്നു എന്ന് മനസ്സിലായിട്ട് നല്ല ഗ്രേസ്ഫുള്ളി പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കി. അതിൻ്റെ ശേഷം അപ്പാനി ശരത് ആൻഡ് അനുമോളുടെ ഒരു ഫൈറ്റ് ഇൻ ദ കിച്ചൺ ഏരിയ. അതിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ചീത്ത വിളിക്കുന്നു. അനുമോൾ അങ്ങോട്ടേക്ക് പറയുന്നു, അപ്പാനി ശരത് ഇങ്ങോട്ടേക്ക് പറയുന്നു. പിന്നെ അനുമോളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഒരാൾ പുറത്തു പോയത്. ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ള ഒരാൾ കാരണം കൊണ്ട് എങ്ങനെയാണ് വോട്ട്സിൻ്റെ ബേസിസിൽ ആൾക്കാരെ എലിമിനേറ്റ് ആവുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. വോട്ട്സിൻ്റെ ബേസിസിലാണ് ബിൻസി പോയത്. വി ആർ ഓൾ വെരി അപ്സെറ്റ് ദറ്റ് ബിൻസി ലെഫ്റ്റ് ദ ഹൗസ് വെരി സൂൺ, ബിക്കോസ് ബിൻസി നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്ന ഒരു വൺ ഓഫ് ദ കണ്ടസ്റ്റൻ്റ് ആണ്. വേറെയും കണ്ടസ്റ്റൻസിന് ലൈക്ക് ബിൻസിനെക്കാട്ടും ലെസ് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആ വീട്ടിലുണ്ട്. എന്നാൽ പോലും ബിൻസി പോയപ്പോൾ ഡെഫിനറ്റ്ലി അനുമോളുടെ അത്ര തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, ബിൻസിയുടെ എല്ലാ ഫാൻസും നമുക്കൊക്കെ. പക്ഷേ ബ്ലേമിങ് സംബഡി ഇൻ ദ ഹൗസ് ഫോർ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ എലിമിനേഷൻ ഈസ് അൺഫെയർ. ആൻഡ് പിന്നെ ലൈക്ക് കിച്ചണിൽ നിന്നും ഫുഡ് കഴിച്ചു, ലൈക്ക് എന്താണ് ഗിസേൽ പോയി ഫുഡ് എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ആ പാനി ബാത്റൂമിൽ പോയിട്ട് അവിടെ കൊട്ടിയിട്ട് ലൈക്ക് ക്രിയേറ്റിംഗ് ഒരു ഭൂകമ്പം ഇസ് അഗെയിൻ എന്തോ നടക്കുന്നത്. ലൈക്ക് നമുക്കറിയാം അനുമോൾ ആൻഡ് ഗിസേൽ ഹാസ് എ ലോട്ട് ഓഫ് കോൾഡ് വാർ. അതിൻ്റെ ബേസിസ് കാരണമാണോ എല്ലാം ഒരു മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് അനുമോൾ ഇപ്പം ഐ റിയലി അപ്രീഷിയേറ്റ് ദ വേ ആദില വെൻ ടു അനുമോൾ. ഐ റിയലി അപ്രീഷിയേറ്റ് ദ വേ ഹൗ ശൈത്യ, ഷാരിക്ക ഇവരൊക്കെ പോയിട്ട് അനുമോളോട് സംസാരിച്ച് കാര്യം സോൾവ് ആക്കാൻ നോക്കണം, മനസ്സിലാക്കിക്കാൻ നോക്കുന്നതും കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മച്ച് അപ്രീഷിയബിൾ. കാരണം നല്ല ഒരു മെച്യൂർഡ് രീതിയിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ പോലും അനുമോൾ വാസ് ബീങ് ക്വൈറ്റ് സ്റ്റബേൺ ഓൺ ഹർ സ്റ്റാൻഡ്. അനുമോൾ കറക്റ്റാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഷീ ഈസ് ഡെഫിനറ്റ്ലി ബീൻ സ്റ്റാൻഡിങ് ഫോർ എന്താണ് ദ റൂൾസ് ഓഫ് ദ ഹൗസ്. പക്ഷേ മിസ്റ്റേക്സ് വരുന്ന സ്ഥലത്ത് അത് കേൾക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് അത്ര അധികം അനുമോൾ കാണിക്കുന്നില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്രയും ഒരു കിച്ചൻ്റെ കാര്യത്തിൽ ലൈക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു കോർഡിയൽ ആവാൻ പറ്റും ഇഫ് ദ ക്യാപ്റ്റൻ ആൻഡ് ഇഫ് ദ കിച്ചൺ ക്യാപ്റ്റൻ ഇഫ് ദേ ആർ ഫൈൻ വിത്ത് ഇറ്റ്, കുറച്ചുകൂടി നമുക്ക് കോർഡിയൽ ആവാം. ഓക്കെ, ഒരാൾക്കാർ അല്ലെങ്കിലേ ബിഗ് ബോസ് ഹൗസിൽ ഫുഡ് കുറവാണ്, ക്ലോത്ത്സ് കിട്ടുന്നതും ടാസ്ക്സ് ജയിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റഡ് റിസോഴ്സസിൽ എല്ലാ ആൾക്കാരുടെയും ഒരു സ്റ്റെബിലിറ്റി ആൻഡ് ആ ഒരു ഇറിറ്റേഷൻ ഒക്കെ ട്രിഗേർഡ് ആയിരിക്കും. ആ ഒരു സമയത്ത് കുറച്ചുകൂടി കോർഡിയലായി കുറച്ചുകൂടി എംപത്തറ്റിക് ആയിട്ട് ഒരാൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇത്രയും വെൻ എവ്രിബഡി ഈസ് ലൈക്ക് ബീങ് കോർഡിയൽ, ഒരാൾ മാത്രം അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു എന്താ പറയുക, നമ്മളൊക്കെ അനുമോളിന് ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു ഫീൽ ബാഡ് വരുന്നുണ്ട്. ആൻഡ് ദെൻ നൗ ഓക്കെ ഫൈൻ, ഈവൻ അപ്പാനി ശരത്തിനെ ഓൾസോ ഹീസ് ഓൾസോ ഗോട്ട് ടെമ്പർ ഇഷ്യൂസ്. ആൻഡ് ഓക്കെ ഫൈൻ, പുള്ളിക്കാരനും ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് നമ്മളൊക്കെ ലൈക്ക് നമുക്ക് അത്ര ഗ്രേറ്റ് ഫീലിംഗ് ഇല്ല. പക്ഷേ ലൈക്ക് ഹീസ് സേയിങ് ഹിൽ കൺട്രോൾ ദ ടെമ്പർ. പക്ഷേ അനുമോൾ ഇസ് ബീങ് ക്വൈറ്റ് സ്റ്റബേൺ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കണ്ടന്റ് കാരണമാണോ ലൈക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ആണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മളുടെയൊക്കെ അസംഷൻസ് ആണോ അല്ലേ എന്നുള്ളത്. അനുമോൾ ഇസ് വെരി സെൻസിറ്റീവ്, വി ഓൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ കുറച്ചും കൂടിയും പേഴ്സണലി ഐ റിയലി വിഷ് ഷീ വാസ് ലിറ്റിൽ ലെസ് സ്റ്റബേൺ ഓൺ ഹെർ ഡിസിഷൻസ്. ആൻഡ് ദോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇത്രയും ആൾക്കാർ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള ഒരു ടൈം ആൻഡ് പേഷ്യൻസ് എടുത്തിരുന്നു എങ്കിൽ ഇറ്റ് വുഡ് ബി സോ നൈസ്. ആൻഡ് പിന്നെ ലൈക്ക് ഓക്കെ ഫൈൻ, ആൻഡ് ദെൻ ലൈക്ക് ഹൗ ആര്യൻ ഇസ് സെയിങ് എന്താ പറയുക, ഓക്കെ ഫൈൻ, ആൻഡ് ദെൻ ലൈക്ക് ഹൗ ആര്യൻ ഇസ് സെയിങ് എല്ലാ ആൾക്കാർക്കും ലെറ്റ്സ് ഗിവ് എവ്രിബഡി എ പോസിറ്റീവ് ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ഇപ്പോൾ ശൈത്യ ആണെങ്കിലും വെൻ ഷി വാസ് ഇൻ ദി എലിമിനേഷൻ വി ഓൾ ഫെൽ ബാഡ് ബിക്കോസ് ശൈത്യ വാസ് ഓൾസോ ലൈക്ക് ഓക്കെ സൈലന്റ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ആൾക്കാർക്ക് ചാൻസ് കിട്ടുന്ന സമയത്ത് യു മേ പ്രൂവ് ടു ബി എ ബെറ്റർ പെർഫോമർ അല്ലേ. അപ്പോൾ സോ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ഓരോ ദിവസം ഇസ് ഗെറ്റിംഗ് എന്താ പറയുക ആ ഒരു കശപശ തല്ലുപിടുത്തം ഒന്ന് കുറച്ചൊക്കെ കുറഞ്ഞ് എന്തായാലും ഉണ്ടാവും. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഔട്ട്സൈഡ് വേൾഡായിട്ട് ഒരു കോൺടാക്റ്റ് ഇല്ല, നമുക്ക് ടൈം എന്താണെന്ന് അറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഇറ്റ്സ് ചാലഞ്ചിങ് അവർ മെൻറ്റൽ സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഐ ഹോപ്പ് ദർ ഈസ് മോർ ഗ്രേസ് ഇൻ ഹാൻഡ്ലിങ് ദി എൻറ്റയർ സിറ്റുവേഷൻ.